പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് വിരലിലെണ്ണാവുന്ന വളരെ കുറച്ച് പലഹാരങ്ങളെ നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ? അന്നൊക്കെ ഒരു കഷ്ണം കേക്ക് കിട്ടുന്നത് പോലും ഭയങ്കര വലിയ എന്തോ ലക്ഷറിയാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർ ബേക്കറിയിൽ നിന്നൊക്കെ എന്തൊക്കെയോ ബിസ്ക്കറ്റും കേക്കും അതും ഇതൊക്കെ വാങ്ങിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉള്ളത് തന്നെ നമ്മൾ അറിയുന്നത്. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കാം എന്ന് അറിയുന്നത് തന്നെ ഈ യൂട്യൂബൊക്കെ വന്ന ശേഷമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയായിരുന്നു കേട്ടോ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നത്. അന്ന് ഉണ്ടാക്കുന്നത് എന്താ, പഴംപൊരി ഉണ്ടാവും, കലത്തപ്പം, നെയ്യപ്പം, പരിപ്പ് വട, അങ്ങനെയൊക്കെ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നെയ്യപ്പമായിരുന്നു കേട്ടോ. അന്നൊക്കെ നെയ്യപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. തലേന്ന് തന്നെ പച്ചരിയൊക്കെ കുതിർത്ത് വെച്ച് അതൊക്കെ വെള്ളം ഊറ്റി ഉരലിലിട്ട് ഇടിച്ച് പൊടിയാക്കി അത് തരിച്ചെടുത്ത് പിന്നെ അതിൻ്റെ അകത്തേക്ക് ശർക്കരപ്പാനിയും എന്തൊക്കെയോ ചേർത്ത് മിക്സ് ചെയ്ത് കൂട്ടുണ്ടാക്കി വെക്കും. പിന്നെ വൈകിട്ടായിരിക്കും ഈ ഒരു നെയ്യപ്പം ചുടുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയായിരുന്നു കേട്ടോ. ഇനി അന്ന് വേറെ ഒന്നും കിട്ടാതെ ഇത് മാത്രം കിട്ടുന്നതുകൊണ്ടുള്ള പ്രത്യേകതയാണോന്നും അറിയില്ല. പക്ഷേ ഇന്നിപ്പോൾ അത്രയൊന്നും മെനക്കെടാൻ എന്തായാലും നമ്മളെ കൊണ്ട് വയ്യല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു നെയ്യപ്പൊക്കെ കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു 5 അച്ച് ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കണം. അതിനുശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് മൈദ, 2 നുള്ളു ഉപ്പ്, 4 ഏലക്കായുടെ കുരു, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി, ഇതെല്ലാം ചേർത്ത് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും 2 നുള്ളു സോഡാപ്പൊടിയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നല്ല നാടൻ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യപ്പം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നെയ്യപ്പം ചുടാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് നല്ലൊരു പണ്ടത്തെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മിസ്റ്റർ ഗോൾഡിൻ്റെ 100% കോക്കനട്ട് ഓയിലാണ്. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോ തവി മാവ് കോരി ഒഴിക്കാം. മാവിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായാൽ മാത്രമേ അരിക് ഇതുപോലെ മൊരിഞ്ഞ് നല്ലൊരു ഷേപ്പിൽ നെയ്യപ്പം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് 2 വശവും നല്ലപോലെ മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ തലേന്നത്തെ നെയ്യപ്പം കഴിക്കണം. അതൊരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക്